മൊത്തം ആഘോഷമാണ് ഈ ആഴ്ചയിൽ എന്ന് പറയാം. നമ്മൾ ഇന്ന് പുതുവർഷം ആഘോഷിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന സ്കൂൾ കലോത്സവം അങ്ങ് ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കുന്നു എന്ന് പ്രേക്ഷകർക്കെല്ലാം അറിയാം. അതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. മാത്രമല്ല ഈ 14 ജില്ലകളിൽ നിന്നുള്ള കുട്ടികളെല്ലാം തന്നെ റെഡിയായി തയ്യാറായി നിൽക്കുകയാണ്. അവരുടെ കഴിവ് പുറത്തെടുത്ത് മാറ്റുരയ്ക്കാനുള്ള എല്ലാ പ്രാക്ടീസുകളും നടത്തിക്കൊണ്ട് അവർ സജീവമാണ് അല്ലെ. അപ്പോൾ അങ്ങ് തെക്കേ അറ്റത്ത് നടക്കുന്ന കലോത്സവത്തിനായി വടക്കേ അറ്റത്ത് തകൃതിയായ ഒരുക്കങ്ങളും പ്രാക്ടീസും ഒക്കെ അങ്ങ് പൊടിപൊടിക്കുകയാണ് കാസർഗോഡ് അല്ലേ. അതെ, ജില്ലാ ചാമ്പ്യന്മാരായ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ തിരുവനന്തപുരത്തേക്ക് യാത്ര പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ്. കലോത്സവത്തെ സ്വർണ്ണക്കപ്പുമായി ഇന്ന് കാസർഗോഡ് നിന്ന് ആ ഒരു പ്രയാണം കൂടി പുറപ്പെടുന്നുണ്ട്. ജനുവരി 4 മുതൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി വലിയ പ്രതീക്ഷയാണ് ഇത്തവണ കാസർഗോഡ് ജില്ല വെച്ചുപുലർത്തുന്നത്. കൂടിയാട്ടവും ഒപ്പനയും കോൽക്കളിയും തിരുവാതിരയും ഒക്കെയായി പരിശീലനം ഇതാ ഇവിടെ അരങ്ങ് തകർക്കുകയാണ്. നമ്മൾ ഇത്തവണ 19 ഐറ്റം ഈ സ്കൂൾ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ 19 ഐറ്റം നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അതിൽ നാടൻപാട്ട്, തിരുവാതിര, നാടകം, പിന്നെ കോൽക്കളി, പിന്നെ ബാക്കി 8 ഇൻഡിവിജ്വലും 11 ഗ്രൂപ്പ് ഐറ്റംസാണ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. പിന്നെ നല്ലൊരു പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ എല്ലാവരും ഉള്ളത്. സ്കൂളിന് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ന്യൂസ് കിട്ടണം കാസർഗോഡ് ജില്ലക്ക് തന്നെയുള്ള രീതിക്കാണ് നമ്മളിപ്പോൾ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ നമ്മൾ എല്ലാ കുട്ടികളും ഉഷിരോടെ നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ മണ്ണിലേക്ക് പോകുന്നുണ്ട്. തിരുവനന്തപുരം വെച്ച് കപ്പ് വാങ്ങും നമ്മൾ ഇപ്രാവശ്യം. കാരണം കൂലിക്കളി ഏറ്റവും ബുദ്ധിമുട്ടുള്ള കളിയാണ്, കാണാൻ രസമുള്ള കളിയാണ്, പിന്നെ ഗർവത്താളത്തിൽ കളിക്കുന്നൊരു കളിയാണ്. അപ്പോൾ ഏത് സമയത്തും എന്ത് സംഭവിക്കും എന്നുള്ളൊരു മനസ്സിൻ്റെ ഒരു ഹൃദയത്തിലൊരു തുടിപ്പുണ്ടാകും. അത് ഇങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കും ആ കളി കാണുമ്പോൾ. തലമുറ നല്ല ഉത്സാഹം കാട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് കല ഇങ്ങനെ വളരെ അധികം വളർന്നു വരിക. അപ്പം ഭയങ്കര ഹാർഡ് വർക്ക് ഉണ്ട്. നമ്മൾ യൂണിറ്റിയിൽ ആ സ്ട്രെങ്ത്ത് എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് നിന്ന് കപ്പടിക്കുന്നതാണ്. ലീവ് ദിവസം നമ്മൾ വീട്ടിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, ഇവിടെ സ്കൂളിൽ തന്നെ ആയിരിക്കും. രാത്രി ഈവനിങ് വരെ ഉണ്ടാവും, ഫുൾ പ്രാക്ടീസ് തന്നെ. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളായിട്ട് ഏകദേശം 19 ഐറ്റം കൊണ്ടുപോകുന്നുണ്ട്. ഏകദേശം 19 ഐറ്റം ഉണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച വിദ്യാലയത്തിനുള്ള ട്രോഫിയൊക്കെ നേടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വർഷം പൊതുവേ കുറച്ച് ഐറ്റംസ് കുറവുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 3-4 സ്ഥാനത്ത് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പോകുന്നത്. ആകെ മത്സരത്തിൻ്റെ എണ്ണം നോക്കുമ്പോൾ ഒരുപക്ഷെ 1ാം സ്ഥാനത്ത് എത്തേണ്ടതാണ്. പക്ഷേ സംസ്കൃതോത്സവം മാറ്റി നിർത്തിയാൽ സംസ്ഥാനത്ത് ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് തന്നെ എത്തുന്നതാണ് പ്രതീക്ഷ. 4 തവണ സംസ്ഥാനത്ത് ബെസ്റ്റ് സ്കൂൾ ട്രോഫി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ തലങ്ങളിലായി 4 തവണയാണ് കാഞ്ഞങ്ങാട്ടെ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ കപ്പടിച്ചത്. ഇത്തവണയും കപ്പ് ഇവിടേക്ക് എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തുന്നുണ്ട്. ദുർഗ സ്കൂളിൽ നിന്ന് വിജയ് ഷണങ്ങൂരിനൊപ്പം അരുൺ പാറയ്ക്കൽ, 24. യെസ്, അപ്പോൾ അതാണ് കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ എല്ലാ ജില്ലകളിലും തകൃതിയായി നടക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നടന്ന് മോർണിംഗ് വാക്കിന്റെ ഭാഗമാണ് തിരിച്ച് വീണ്ടും വെളി ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് പിന്നീടൊരു കുഞ്ഞു പാപ്പയും വലിയ പാപ്പയൊക്കെ ഉണ്ട് അല്ലേ? കുഞ്ഞു പാപ്പയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ക്യൂട്ടായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാ പ്രേക്ഷകരും ചോദിക്കുന്ന അല്ലെങ്കിൽ എവിടെ ഇങ്ങനെ ക്യൂരിയോസിറ്റി ആയിട്ട് ഇങ്ങനെ അന്വേഷിക്കുന്ന ഒരു കാര്യമുണ്ട്. വെളി ഗ്രൗണ്ടിൽ എവിടെ പാപ്പാഞ്ഞി കാണണ്ടേ? ഇതാണ് ഇന്നത്തെ ആഘോഷത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാവുന്ന പാപ്പാഞ്ഞി. ഇതാണ് ഗാലറി ഫോർട്ടിന്റെ പാപ്പാഞ്ഞി. ഇവിടെയാണ് 10-80,000-ഓളം വരുന്ന ആളുകൾ തിങ്ങിക്കൂടാൻ പോകുന്ന വെളി ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിന്റെ ഒരറ്റത്തായിട്ടാണ് ഈ പപ്പാഞ്ഞിയെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതാണ് ആഘോഷത്തിന്റെ ഒരു കൃത്യമായ സ്പോട്ട് എന്ന് പറയാം. ഇവിടെയാണ് അതെ 12 മണിക്ക് അല്ലെ പപ്പാഞ്ഞിയെ കത്തിക്കുന്ന ആ ഒരു പ്രോസസ്സൊക്കെ ഇവിടെയാണ് നടക്കുക. അപ്പോൾ വാസ്കോഡ ഗാമ
വെൻ ടു ദി ഡ്രാമ എന്ന പാട്ട് പാടാൻ തോന്നുന്നുണ്ടോ? അല്ല ഞാൻ എനിക്ക് പാടുന്നില്ല. തോന്നുന്നില്ല, കേൾക്കാൻ തോന്നുന്നുണ്ട്. ഞാൻ പാടുന്നില്ല. നമുക്ക് ഈ പാട്ടിനെ കുറിച്ച് അല്ല, ഇതിനെ കുറിച്ച് പറയാം അല്ലേ? അപ്പോ ഇവിടെയാണ്, ഈ വെളി ഗ്രൗണ്ടിൽ ഇവിടെയാണ് ഇന്നത്തെ ആഘോഷങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം. ഇവിടെയാണ് ഈ പറയുന്ന 19,000 ആൾക്കാർ വരുന്നത്. കൃത്യമായ നിർദ്ദേശങ്ങൾ പോലീസ് നൽകുന്നുണ്ട്. ഒരു കാരണവശാലും അതിൽ കൂടുതൽ ആൾക്കാർ ഇതിനകത്തേക്ക് വരരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല വരുന്നവർ തന്നെ എപ്പോഴും എനിക്ക് പറയാൻ തോന്നുകയാണ്, വളരെ ജാഗ്രത പാലിക്കുക. ഓരോരുത്തരും അവരവരുടെ സുരക്ഷിതത്വം, കൂടെ നിൽക്കുന്നവരുടെ സുരക്ഷിതത്വം ഒക്കെ ഉറപ്പാക്കുക. ആ ആഘോഷങ്ങളിൽ നമ്മൾ മറക്കാൻ പാടില്ല. ഇത് ഒരു കമന്റ് വന്നിട്ടുണ്ട്, നമ്മളുടെ ആഘോഷം എവിടെയാണ്? നമ്മുടെ ആഘോഷം ഇന്ന് മണീഡ് സ്റ്റുഡിയോയിലാണ്. SKN-നൊപ്പം മറ്റ് അവതാരകർക്കൊപ്പം നിരവധി ആർട്ടിസ്റ്റുകൾ. അതെ, ഏതാണ്ട് 5.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു മെഗാ ലൈവ് ഇവന്റ് ആയിരിക്കും.